ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ പേര് ബിനിത. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര ടയേർഡായിരുന്നു, ഭയങ്കര ജോലി തിരക്കായിരുന്നു. ജോലി തിരക്ക് മാറിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും ജോലി തിരക്കാണ്. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ അനുബന്ധിച്ച് ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ഓർഡർ വന്നതുകൊണ്ട് എൻ്റെ അതൊന്നും എനിക്ക് പ്രൊസീഡ് ചെയ്യാനോ അതൊന്ന് പബ്ലിക്കായിട്ട് ഒന്ന് പ്രസൻറ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. ഭയങ്കര ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കതൊന്നൊന്ന് എന്താ പറയുക, ഒന്ന് നോക്കാനുള്ള ഒരു ഇത് കൂടി കിട്ടിയില്ല. അപ്പോൾ ഞാനിപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കുന്നത്. എൻ്റെ ഒരു സന്തോഷം സെയിലായി പോവില്ലയോ എന്നല്ല, നമ്മളിതെടുത്ത് വെച്ചിട്ട് ഇതൊന്നും ആരെയും ഒന്ന് കാണിക്കാനോ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനോ ഒരു നല്ല ഭയങ്കര ആഗ്രഹം വരുന്നത്, ഒരു സാരി ആക്കി ഉടുത്ത് പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ ഈ ഒരു ബൂട്ടാസിൻ്റെ ലൂറക്സ് മെറ്റീരിയൽ എടുത്തത്. ബൂട്ടാസാണ് ലൂറക്സ് മെറ്റീരിയൽ, നമുക്ക് ഡൈ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. അപ്പം ഓണം വന്നപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഇത് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് പകുതിയോടുകൂടി സാധനം എനിക്ക് വന്നതാണ്. പക്ഷേ എനിക്ക് ഈ സാധനം ഒന്ന് എന്താ പറയുക, എൻ്റെ സ്വന്തം പ്രൊഡക്റ്റ് ആയിട്ട് പോലും എനിക്കതൊന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു സമയമോ അതൊന്നും എടുക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം അത്രയും ഒരു തിരക്കിൻ്റെ ഇടയിലായിപ്പോയി. തിരക്കെന്ന് പറഞ്ഞാൽ ഓട്ടം, പിന്നെ അതേപോലെ തന്നെ മറ്റേ ഈ കുട്ടികളുടെ ഡ്രസ്സ് വന്നപ്പോഴത്തേക്കും യൂണിറ്റാണ് തയ്ച്ചത്. നമ്മൾ ഇത്രയും ബൾക്ക് നമ്മൾ അവർക്ക് കൊടുക്കും. നമുക്കിവിടെ യൂണിറ്റ് ഇല്ല. നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പറവൂർ വേറൊരു യൂണിറ്റാണ്. നമ്മൾ അവിടെയാണ് ഈ ബൾക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തപ്പോൾ ഈ സാധനം നമ്മളുടെ ഒരു വിശ്വാസം എന്താണ്, അവരെല്ലാം നല്ല ക്ലിയർ ആയിട്ട് ചെയ്തു തരും. നമ്മൾ ഈ ഓഗസ്റ്റ് 4 എത്തിച്ച സാധനമാണ്. ഓഗസ്റ്റ് 24 ആകുമ്പോൾ നമുക്കിതെല്ലാം കസ്റ്റമറിന് കൊടുക്കേണ്ടതാണെന്നാണ് ഒരിത്. അപ്പോൾ പകുതി 500 പീസസോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പകുതി ഇവർക്ക് കൊടുത്താൽ മതി, ബാക്കി കുറേശ്ശെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു രീതിയിലാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ അവരത് തീർത്ത് തന്നില്ല. പാവടയ്ക്ക് വള്ളി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റടിയിൽ നമ്മൾ കുഞ്ചരം പോലെയൊക്കെ പിടിപ്പിക്കുന്ന അതൊന്നും പിടിപ്പിച്ച് തന്നില്ല. മൊത്തത്തിൽ ഈ സാധനം കൊണ്ട് വാരിക്കൊണ്ടെന്ന് ഇവർക്കൊന്ന് ഇട്ടിട്ട് എന്ത് ചെയ്യുമെന്നായിപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇതെങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്ത് എപ്പോൾ കൊടുക്കും, എങ്ങനെ കൊടുക്കും, ഭയങ്കര കൺഫ്യൂഷൻ, ടെൻഷൻ, എന്താ പറയുക. എല്ലാം ഇപ്പോൾ ഏകദേശം ഒരു 38 പീസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്നു. അതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട്, ഇൻ്റർലോഗ് ചെയ്തിട്ടില്ല. ഭയങ്കര സ്ട്രഗിളായിപ്പോയി. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഓർഡർ എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ, ആദ്യം നമുക്കൊരു ഓർഡർ കിട്ടിയിട്ട് ഇങ്ങനെ പണി കിട്ടിയതുകൊണ്ട് ഞാൻ ഓർഡേഴ്സ് ഒന്നും കുറേ നാളായിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. ചെറിയ ഓർഡറുകൾ 100 പീസ് 50 പീസിൻ്റെ ഓർഡേഴ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നു വെച്ചാൽ നമുക്ക് എന്താ പറയുക, ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സഡൻലി വന്ന് ദൈവം ഇത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു എടുത്തത് പറ്റുമെന്ന് വെച്ചാൽ ഞാൻ കട്ട് ചെയ്ത ഓർഡേഴ്സൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാം എത്ര പീസസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റ് കൊടുക്കും. ഇപ്രാവശ്യം ഞാൻ വണ്ടിയിൽ നിന്നൊക്കെ വീണ് കാലൊക്കെ പൊട്ടിയിരിക്കുന്ന സമയമായതുകൊണ്ട് എനിക്കിത് കട്ട് ചെയ്ത് കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക, കട്ട് ചെയ്തൊക്കെ അവരാണ് കട്ട് ചെയ്തത്. എങ്ങനെയൊക്കെയോ കട്ട് ചെയ്തു, എങ്ങനെയൊക്കെയോ തയ്ച്ചു. അവരെ കുറ്റം പറയാനും പറ്റണില്ല, അവരോടും ദേഷ്യം പറയാൻ പറ്റണില്ല. നമ്മൾ മീഡിയേറ്റർ ആയിപ്പോയി. ഇവരുടെ നടുക്ക് നമ്മൾ നിൽക്കുന്നു, അവരുടെ നടുക്ക് നമ്മൾ നിൽക്കുന്നു. അവർക്കും പൈസ കൊടുക്കണം, ഇവിടുന്ന് പൈസ കിട്ടണം. മൊത്തത്തിൽ പൈസ കിട്ടി. ഇനി ഇച്ചിരി പൈസ കിട്ടാനുണ്ട്, കുറച്ച് പ്രൊഡക്റ്റ് കൊടുക്കാനുണ്ട്. കുറച്ച് എന്താ പറയുക, പ്രൊഡക്റ്റ് കൊടുക്കാതെ വേറെ ഒന്നുമല്ല, അവർ പേയ്മെൻറ്റ് ഫുൾ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടില്ല, ബാലൻസ് ഫീസ് കൊടുത്തിട്ടില്ല. എന്ത് ചെയ്യാൻ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താ പറയുക, ഓണത്തിൻ്റെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഭയങ്കര ഒരു സ്ട്രഗിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അത് എൻ്റെ ഒരു സന്തോഷമാണ്. എനിക്കിത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനിത് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയാനായിട്ട്. ഇതുണ്ടോ, ഭയങ്കര ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇത് രസമാണെന്ന് നോക്കിയാൽ ഇത് കണ്ടിട്ടാണ് ഞാനിതൊക്കെ എടുത്തത്. ഇത് ബൂട്ടാസാണ്, സിൽവറാണ്. അതായത് കസവൊന്നുമില്ല അടിയിൽ. നമുക്കിത് ഏത് ഒക്കേഷൻ എടുക്കാം. മാത്രമേ ഡൈയിങ് ഫാബ്രിക്കാണ്, നമുക്കിത് ഡൈ ചെയ്തെടുക്കാം, ഏത് കളറും ഡൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഭയങ്കര ഒരു രസമുള്ള കാര്യം ഉണ്ടാവും. എന്തൊരു ഭംഗിയാന്ന് നോക്കിയത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരും, പുറമേ വരുന്നത് ഇങ്ങനെയാണ്. ഇതുണ്ടോ, ഈ ഒരു ഫിഗറിലാണ് പുറമേ. എന്ത് രസമാണെന്ന് നോക്കിയേ. കുട്ടികൾക്കൊക്കെ പട്ടുപാവാട, വലിയവർക്കൊക്കെ പാവാട, സാരി, എന്തൊരു ഭംഗിയാണല്ലേ. ഞാൻ ക്രിയേറ്റ് ചെയ്ത് നല്ല രസമല്ലേ. അടുത്ത ഇതൊരു ഗോൾഡനാണ്. ഇതൊരു ഹേർട്ട് ഷേപ്പാണ്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരും. നോക്കിയേ, കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇത് ഭയങ്കര ഭംഗിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നറിയോ. ഇന്ന് കണ്ടപ്പോൾ അങ്ങനെ എടുത്ത ഒരു എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ചെടുക്കുന്നതൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് പ്രസൻറ്റ് ചെയ്യാനോ വാട്സപ്പ് സ്റ്റാറ്റസ് പോലും ഇടാൻ പറ്റിയിട്ടില്ല. ഇത് അത്രയൊരു ഇതായിപ്പോയി. സാരില്ല അല്ലേ. സെക്കൻഡ് അടുത്തത് ലൈൻ മെറ്റീരിയലാണ്. ലൈനാണ് കേട്ടോ, നല്ല രസമാണ്. ഇത് കേട്ടോ,
എന്ത് രസമാണെന്ന് നോക്കി. ഇതിൻ്റെ ഇത് ലൈൻ വെച്ചില്ല, ഇതിൽ ഒന്നിനും കസവില്ല കേട്ടോ അടിയിൽ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് നമ്മൾ ഈ ഒരു കസവില്ലാത്ത സാധനം ആയതുകൊണ്ടിട്ട് നമുക്ക് ഇതൊരു ഓണം ഫെസ്റ്റിവലിനാണോ ഓണത്തിനാണോ അങ്ങനെയൊന്നും ഇല്ല. ഇത് നമുക്കിത് ഏത് ഒക്കേഷനിലും എടുക്കാം. ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ വെഡ്ഡിങ്ങിന് പോകുമ്പോഴത്തേക്കും ഇത് കുറച്ച് ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ഇതൊക്കെ നമുക്ക് ഡൈ ചെയ്തെടുക്കാം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് കളർ, കാരണം അധികം അങ്ങോട്ട് ഇതുണ്ടാവും. ഇതിൻ്റെ കളർ ഇത് നോക്കിയേ, ഇതുണ്ടാവും എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ഈ ഒരു ഇതിൽ നമുക്കിത് കൺവേർട്ട് ചെയ്തെടുക്കാം. അത് അടുത്തത് അതിൻ്റെ തന്നെ ലൈൻ തന്നെയാണ്, ഡബിൾ ലൈൻ ആയിട്ടൊക്കെ ഉള്ള ഇതുണ്ട്. ഈ ഒരു ഫാബ്രിക് കണ്ടോ, ഇതിൽ ഗോൾഡൻ അല്ല, ഇതൊരു മറ്റേ ആൻറ്റിക് ഗോൾഡ് ഇല്ലേ, ആ ഒരു ഇതാണ്ടോ ഇതിൽ വരുന്നത്. കസവൊന്നുമില്ല കേട്ടോ, അടിയിൽ കസവൊന്നുമില്ല, പ്ലെയിനാണ്. നമുക്കപ്പോൾ ഏത് സാരിയുടെ കൂടെ ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലാസ്റ്റ് വൺ വരുന്നത് ചെക്കാണ്. ചെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതല്ലേ നൈസ് അല്ലേടാ, ഇതല്ലോ നൈസായിട്ടുള്ളത്. അടിയിൽ കസവൊന്നും ഇല്ലാത്ത ചെക്കാണേ. കസവില്ലാത്ത ചെക്ക് അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. എല്ലാത്തിനും അടിയിൽ കസവ ഉണ്ടാവും. കാരണം ഈ കസവില്ലാത്ത ചെക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ബ്ലൗസിൻ്റെ കൂടെയും ഇത് നമ്മൾ ഉടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത് കേരള സാരി ആണോ അങ്ങനെയുള്ളൊരു ഫീലിങ്സ് ഒന്നും വരില്ല. നമുക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിൽ ഉടുത്തിട്ട് പോകാം. ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽ. ഇനി ഇതെനിക്ക് സാരി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉടുത്ത് കാണിക്കണമെന്നാണ് ആഗ്രഹം. അത് എത്രമാത്രം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ ബ്ലൗസ് പീസ് റെഡി, ഇതിൻ്റെ ബ്ലൗസ് പീസ് വേണമെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി 2 മെറ്റീരിയൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലൗസ് പീസ് എന്ന് പറയാനായിട്ട് കണക്കം ഇങ്ങനെയല്ലേ ഉറക്കുന്നിട്ട്. ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഉണ്ടോ, ഇതാണ് ഞാൻ ബ്ലൗസ് പീസിന് വേണ്ടിയിട്ട് എടുത്തത്. ഇതൊരു ഗ്രീനാണ് കേട്ടോ, ബോർഡർ ഗ്രീൻ, നല്ലൊരു ഗ്രീനും ബ്ലാക്കും കൂടി ഉള്ളത്. അതിൻ്റെ തന്നെ മെറൂൺ നല്ലതായിരിക്കും, നല്ല ഭംഗിയാണ്. ഇപ്പോൾ എങ്ങനെ അരച്ച് കാണിക്കാൻ, ഇങ്ങനെയല്ലേ ഇപ്പോഴത്തെ ഇതിങ്ങനെ വരും. എന്നിട്ട് സാരിയായിട്ട് ഇതിങ്ങനെ വരും. അണ്ട ഭംഗിയായിരിക്കും, നല്ല രസമാണ്. ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ബ്ലൗസിലാട്ടോ, പ്ലെയിൻ കൊടുക്കണമെങ്കിൽ പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ വരും. എനിക്കിങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് അറിഞ്ഞുകൂടാ, ഇങ്ങനെ വെച്ച് കാണിക്കാനൊക്കെ. ഞാനിത് തയ്ച്ചിട്ട് ഉടുത്ത് കാണിക്കാം. ഇതിൻ്റെ ബ്ലൗസും എനിക്കിഷ്ടപ്പെട്ട എനിക്ക് ഗ്രീൻ ഇടാനാണ് ഇഷ്ടം. ബ്ലൗസും ഇതും കൂടിയിട്ട് എങ്ങനെ ഇരിക്കുന്നു ഉടുത്ത് ഒന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മാക്സിമം എന്നതിനത് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് വന്നേക്കുന്നതാണ്. ഇപ്പോൾ ഓണമൊന്നും ഇല്ല, അടുത്താഴ്ച ഈ പറഞ്ഞ ഇന്ന് എത്രാം തീയതി, 9-ാം തീയതി ആയി, 15-ാം തീയതി ഓണമാണ്. ഇതൊന്നും ഓണത്തിന് കയറി പോകില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മെറ്റീരിയലാണ്. ഏത് ഒക്കേഷനും എടുക്കാൻ പറ്റും, പ്രസൻറ്റ് ചെയ്യും. കുട്ടികൾക്ക് പാവാട അങ്ങനെ എങ്ങനെയൊക്കെ എല്ലാം ചെയ്യാം. കുഞ്ഞു പിള്ളേർക്ക് ഉടുപ്പുകൾ എന്ത് വേണം ചെയ്യാം. ഇതിൻ്റെ മീറ്റേഴ്സ് വരുന്നത് 160 ആണ്. 160 സ്റ്റാർട്ടിംഗ് ആണ്. എല്ലാം 160 അല്ല, വ്യത്യാസമുണ്ട്. ബൂട്ടാസിന് വ്യത്യാസമുണ്ട്. 170 ആണ് ബൂട്ടാസിന് വരുന്നത്. ലൈൻസിന് വരുന്നത് 175 ആണ് വരുന്നത്. ചെക്കിനാണ് 160 വരുന്നത്. അപ്പോൾ വ്യത്യാസം അങ്ങനെയൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.